ഭാഗമായ പകൽപൂരം പുരോഗമിക്കുന്നു. തിരുവമ്പാടി ഭഗവതി നായ്ക്കനാലിൽ നിന്ന് പാറമേക്കാവിൽ അമ്മ മണികണ്ഠൻ ആലിന് സമീപത്തു കൂടിയും ക്ഷേത്ര മൈതാനത്തേക്ക് പ്രവേശിച്ചിരുന്നു. ഇപ്പോൾ അവിടെ മേളം ഇങ്ങനെ കൊട്ടിക്കയറുകയാണ്. സാനു കെ സജീവുണ്ട് തൃശ്ശൂരിൽ നിന്ന്. സാനു, ഒരു വർഷം നീണ്ട കാത്തിരിപ്പാണ്. ആ നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെന്ന്. 36 മണിക്കൂർ നീണ്ട പൂരത്തിന് പരിസമാപ്തിയാകുന്ന ദിവസമാണ്. 2 ദിവസമായി സാനു തൃശ്ശൂർ നഗരിയിൽ നിന്ന് പൂരത്തിൻ്റെ തത്സമയ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. വല്ലാത്ത വിഷമത്തിലായിരിക്കും ഇന്ന് പൂരം അവസാനിക്കുമ്പോൾ. എങ്ങനെയാണ് ഇന്നത്തെ ചടങ്ങുകൾ സാനു? പൂരത്തിന്റെ ആവേശം എത്ര പേരുണ്ടെങ്കിലും ആകാശത്തോളം എത്തിച്ചുകൊണ്ടുള്ള ഒരു പൂരത്തിന്റെ അവസാന ദിവസങ്ങളിലേക്കാണ് കടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ തൃശ്ശൂർ പൂരം നടന്നതിന് ശേഷമുള്ള 36 മണിക്കൂറത്തെ ചെയ്തിട്ടുള്ള താളമേള വർണ്ണ വിസ്മയങ്ങൾ തീർത്തുകൊണ്ടുള്ള പൂരം അത് പൂരത്തിന്റെ അവസാന മണിക്കൂറുകളിലേക്ക് കിടക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ 2 ഭാഗത്തു നിന്നും 2 ഭഗവതിമാർ എത്തിയിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മുടെ ക്യാമറകളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാറമേക്കാവ് ഭഗവതി എറണാകുളത്തിലുമാറിന്റെ തിരുത്തിലേറിക്കൊണ്ട് വടക്കുന്നാഥന്റെ ഭാഗത്തേക്ക് എത്തുന്നു. അതേപോലെ തന്നെ തിരുവമ്പാടി ഭഗവതി തിരുവമ്പാടി ചന്ദ്രശേഖരന്റെ തിരുത്തിലേറിക്കൊണ്ട് ഈ 2 ഭാഗങ്ങളിലും അതായത് ഈ വടക്കുന്നാഥന്റെ മണ്ണിലേക്ക് എത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കിഴക്കുകാരിയന്മാരും അതേപോലെ തന്നെ ചെറുകേരി ഭക്തന്മാരും ചേർന്ന മേളത്തിന്റെ താളത്തിന്റെ വിസ്മയം അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതാനും മണിക്കൂറുകൾ കൂടി പിന്നിടുമ്പോൾ ഇതുവരെ ഭഗവതിമാരും ഈ ഉപചാരം ചൊല്ലിപ്പിരിയുന്ന ഏറെ വിഷമിപ്പിക്കുന്ന, അതായത് ഈ ഉപചാരം ചൊല്ലിപ്പിരിയുന്നതോടുകൂടി ഇനി ഒരു വർഷത്തെ കാത്തിരിപ്പാണ് തൃശ്ശൂർ പൂരത്തിന്റെ. ആ കാത്തിരിപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു നിമിഷങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. ഭഗവതിമാരും ഉപചാരം ചൊല്ലിപ്പിരിയുന്ന നിമിഷങ്ങളിലേക്ക് കടക്കുകയാണ്. രാവിലെ 7:30 കൂടിയാണ് പാറമേക്കാവ് ഭഗവതി എറണാകുളം ശിവകുമാരന്റെ ശിവത്തിലേറിക്കൊണ്ട് നായ്ക്കനാലിലൂടെ വടക്കുനാഥന്റെ മണ്ണിലേക്ക് പ്രവേശിച്ചത്. അതേപോലെ തന്നെ തിരുവമ്പാടി ഭഗവതിയെ തീർത്തെത്തിക്കൊണ്ട് തിരുവമ്പാടി ചന്ദ്രശേഖരനും ഈ വടക്കുനാഥന്റെ മണ്ണിലേക്ക് കടന്നു വന്നതോടുകൂടിയാണ് ഈ ഉപചാരം ചൊല്ലിപ്പിരിയുന്നതിന് വേണ്ടി ഏറെ കാത്തിരുന്ന പൂരപ്രേമികൾ ഏറെ കാത്തിരുന്നുകൊണ്ടിരുന്ന പകൽപൂരത്തിന് വേണ്ടി നാമി കുറിച്ചത്. ഇപ്പോൾ കിഴക്കൂട്ടനിയന്മാരായി ചെറുശ്ശേരി കുട്ടന്മാരാണ്, അതായത് കിഴക്കൂട്ടനിയന്മാരാണ് പാറമേക്കാവിന്റെ മേളത്തിന് നേതൃത്വം നൽകുന്നത്. അതേപോലെ തന്നെ ചെറുശ്ശേരി കുട്ടന്മാരാണ് തിരുവമ്പാടിയുടെ മേളത്തിന് കൊഴുത്തേക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ താളമേള വർണ്ണ വിസ്മയങ്ങൾ സംഘടിപ്പിക്കുന്ന തൃശ്ശൂർ പൂരം അതിന്റെ അവസാന മണിക്കൂറുകളിലേക്ക് കിടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരേപോലെ ഈ ഭഗവന്മാരും വടക്കുന്നാഥന്റെ ശ്രീമുഖസ്ഥാനത്തേക്ക് എത്തുന്നു. ശ്രീമുഖസ്ഥാനത്തിന് തൊട്ട് സമീപത്തായിട്ട് ഈ ഭഗവതിമാരും മുഖത്തോട് മുഖം ചേർന്ന് നിൽക്കുന്ന കാഴ്ച, മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്ന കാഴ്ച. ഒപ്പം വടക്കുന്നാഥൻ നടുവിൽ വടക്കുന്നാഥന്റെ മുൻഭാഗത്തായിട്ട് ഇവർ വന്നിട്ട് ഈ ഒരു ശ്രീമൂലസ്ഥാനത്ത് ഈ ഉപചാരം ചെല്ലുന്നതിന് വേണ്ടി നിൽക്കുമ്പോൾ വടക്കുന്നാഥൻ അതിന് തൊട്ട് മുന്നിലായിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയും അങ്ങനെ ഭക്തിയുടെ താളത്തിന്റെ മേളത്തിന്റെ ആവേശത്തിന്റെ ആ ഒരു കാഴ്ചയുടെ അവസാന നിമിഷങ്ങളിലേക്ക് തൃശ്ശൂർ കടക്കുകയാണ്. നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിലേക്ക് ജനം ടി വി എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. തൃശ്ശൂർ പൂരത്തിന് ഇന്ന് പരിസമാപ്തിയാകുന്ന ദിവസമാണ്. സമാപന ചടങ്ങുകളുടെ ഭാഗമായിട്ടുള്ള പകൽപൂരമാണ് അവിടെ പുരോഗമിക്കുന്നത്.